റിഡക്ഷന് സഹായിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. എഗ് ഓട്സ് ഓംലെറ്റ് ആണ്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും അതെങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് മാറ്റാം. ജസ്റ്റ് പാൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ഓയിൽ വെച്ചുകൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് വളരെ കാലറി ഡെഫിസിറ്റാണ്. 220 to 250 കാലറി വരെ മാക്സിമം വരുന്നുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓട്സിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ ഓട്സ് മാത്രമേ ഉപയോഗിക്കാവൂ. 2 ഹോൾ എഗ്ഗ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ച് വെജിറ്റബിൾസ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്തിട്ട് ഇതിനൊരു ക്രഞ്ചി ടെക്സ്ചർ കൊടുക്കുകയാണെങ്കിൽ കിടുവാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഫൈബർ, പ്രോട്ടീൻ ആൻഡ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. രാവിലെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി സംതിങ് ഐ ഹാഡ് എന്ന് പറയുന്നൊരു ഫീൽ കിട്ടുന്നതിന് ഈ ഒരു ഭക്ഷണം സഹായിക്കും. ആൻഡ് ഇത് വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. സോ എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറയാം. ജസ്റ്റ് പാൻ ഗ്രീസ് ചെയ്യുക, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റിംഗ് ടൈം റിക്വയർഡ് ആണ് ഓട്സിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. സോ ഓട്സിനെ നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം അസിഡിറ്റി ഉള്ളവർ ഉപയോഗിക്കുക. ആൻഡ് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷം നമുക്ക് പാൻ ഗ്രീസ് ചെയ്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. കുക്കിംഗ് ടൈമും ഇനഫ് കൊടുത്തേക്കണം. സ്ലോ ഫയറിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. കരിയരുത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിക്കരുത്. അതിനുശേഷം അതിനെ മറിച്ചും തിരിച്ചുവിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു. ലവ് യു അമ്മ.